ഹായ് ഫ്രണ്ട്സ്, ചെമ്പോപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു യാത്ര പോവുകയാണ് കേട്ടോ. ഒരു കല്യാണമുണ്ടേ, കല്യാണം കൂടാൻ വേണ്ടി ഉള്ള യാത്രയാണേ. മക്കളിപ്പം വരും, അവരുടെ കൂടെയാണ് യാത്ര പോകുന്നത്. അങ്ങനെ പോകാനായിട്ടെല്ലാം ഒരുങ്ങി ഇറങ്ങുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് കുറേ വീഡിയോകളൊക്കെ പിടിക്കാമെന്ന് കരുതിയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ പിടിച്ചു കേട്ടോ. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്തൂടെയാണ് യാത്രയെ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പ്രകൃതിയുടെ ഭംഗി കാണുന്നതാണല്ലോ ഏറ്റവും നല്ലത്. കണ്ടോ, നല്ല പച്ചപ്പുള്ള നല്ല പ്രദേശം, മലനിരകളും നല്ല കാടും ഡാം സെറ്റും. ഇത് ഡാമുണ്ടേ, വെള്ളം കിടക്കുന്നുണ്ടോ. ഡാം സെറ്റും ഒക്കെ ഉള്ള നല്ല പ്രദേശത്തൂടെയാണ് പോകുന്നത് കേട്ടോ. നല്ല തിരക്കുള്ള റോഡാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണേ. ഉണ്ടോ, നല്ല പ്രദേശമാണ്. നല്ല മലനിരകളും കണ്ടോ, മലകൾ നിൽക്കുന്നുണ്ടോ. ആകാശം മുട്ടി നിൽക്കുന്ന മലനിരകളെ കാണാം. അതാണ് നമ്മുടെ ഈ ഹൈ റേഞ്ചിൻ്റെ ഒരു പ്രത്യേകത. മലനാടെന്നാണല്ലോ പറയുന്നത്. മലനിരകളും കാടുകളും എല്ലാം നിറഞ്ഞതാണ് ഹൈ റേഞ്ച്. കാട്ടിൽ കൂടെയാണ് യാത്ര കേട്ടോ. കാട്ടിൽ കൂടെയുള്ള യാത്രയാണ്. ഇടയ്ക്ക് കടകളോ ഒന്നുമില്ല, സിറ്റി ഒന്നുമില്ല. ഒരുപാട് ദൂരം കാട്ടിൽ കൂടെ യാത്ര ചെയ്യും. കാടിൻ്റെ നടുക്കൂടെയാണ് റോഡ്. രണ്ട് വശവും കാടാണ് കേട്ടോ. വലിയ ആനയൊക്കെ വന്ന് മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോരുത്തർക്കൊക്കെ. ഞങ്ങൾക്കിതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ കാട്ടിലൊക്കെ ആനയൊക്കെ കാണുമായിരിക്കും. അങ്ങനെ ഞങ്ങളൊന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ, അതിനിടയ്ക്ക് ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ചെറിയൊരു ഹോട്ടൽ. അവിടെ കയറി ചായ കുടിച്ചു. അപ്പോൾ അവിടെ ഒരു അക്വേറിയം ഉണ്ടായിരുന്നു. അക്വേറിയത്തിൽ മീനുകൾ, അലങ്കാര മത്സ്യങ്ങൾ ഇങ്ങനെ നടക്കുന്ന നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയെ. അതിൻ്റെ ഒരു വീഡിയോയും പിടിച്ചു കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്. ഞങ്ങളങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. ക്ഷീണമൊക്കെ മാറ്റി ചായയൊക്കെ കുടിച്ച് വീണ്ടും യാത്ര ആരംഭിച്ചു. അപ്പോൾ നമ്മൾ ഈ മലനാട് ഒക്കെ കഴിഞ്ഞ് ഹൈ റേഞ്ച് കഴിഞ്ഞ് ലോ റേഞ്ചിലേക്ക് കടക്കുകയാണേ. അതിൻ്റെ ഒരു പ്രത്യേകത കാണാനുണ്ട്. റോഡിന് തന്നെ നല്ല വീതിയുള്ള റോഡ് ആണ്. വൺ വേ ആണ്. ഒരു വശത്തൂടെ ഇങ്ങോട്ട് വണ്ടി പോകുന്നു, ഒരു വശത്തൂടെ അപ്പുറത്തൂടെ അങ്ങോട്ട് വണ്ടി പോകുന്നു. അങ്ങനെ റോഡിന് തന്നെ നല്ല വീതിയുണ്ടേ. ലോ റേഞ്ചിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേകതയാണ്. റോഡൊക്കെ നല്ല വളവും തിരിവും ഇല്ലാതെ നേരെ ഓടിച്ചു പോകാൻ വണ്ടി. ഇവിടെ റോഡ് പണിയുന്നുണ്ടെന്ന് തോന്നുന്നു. പണിയുന്നുണ്ട്. 4 വരിപ്പാതയൊക്കെ ആക്കുകയാണല്ലോ. അതിൻ്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നാട്ടിൻ പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് റോഡൊക്കെ കാണാനായിട്ട്. വളവും തിരിവുമില്ല, കയറ്റം ഇറക്കമില്ല. നല്ല കട്ടൗട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് വലിയ കടയുടെ. നിരപ്പായ സ്ഥലത്തൂടെ നന്നായിട്ട് വണ്ടി ഓടിച്ചു പോകാം. നമുക്ക് വണ്ടിയിൽ ഇരിക്കുന്നവർക്കും ഒരു ബുദ്ധിമുട്ടും വിഷമവും ഇല്ലാതെ ഇരിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ ലോ റേഞ്ചിലെത്തി കേട്ടോ. നാട്ടിൻപുറത്തായി. അങ്ങനെ നമ്മൾ നമ്മുടെ കല്യാണം നടക്കുന്ന പള്ളി വന്നെത്തി കേട്ടോ. ഇതാണ് നമ്മുടെ കല്യാണം നടത്തുന്ന പള്ളി. ഒരു ചെറിയ പള്ളിയാണ്, വലിയ പള്ളിയൊന്നുമല്ല. ഒരു ചെറിയൊരു പള്ളി ആണ്. ചെറുതാണെങ്കിലും നല്ല ഭംഗിയുള്ള നല്ലൊരു ദേവാലയമായിരുന്നത് കേട്ടോ. ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളായിരുന്നു. ഞങ്ങൾ ആദ്യമേ തന്നെ ചെന്നു. അതുകൊണ്ട് അങ്ങനെ അവിടെ അധികം ആളുകളില്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. ഇതാണ് പള്ളിക്കകം. പള്ളിക്കകത്തും ആൾക്കാർ വന്നിട്ടില്ല, വരുന്നതേ ഉള്ളൂ. വധൂവരന്മാരൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. മനസ്സമ്മതമാണ്, കല്യാണമല്ല, മനസ്സമ്മതം.
അങ്ങനെ ദേവാലയത്തിലെ ചടങ്ങുകൾ കഴിഞ്ഞ് ഹാളിലേക്ക് ചെന്നപ്പോഴാണ് അത്ഭുതം. അവിടെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതിമനോഹരമായിട്ട് അലങ്കരിച്ച മണ്ഡപം ഉണ്ടായിരുന്നു. മനോഹരമായി അലങ്കരിച്ച ഹാളുമായിരുന്നു. പിന്നെ വധൂവരന്മാർക്ക് മധുരം വയ്പ്പും അങ്ങനെയുള്ള ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ പല പല ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നതിലേക്ക് തിരിഞ്ഞു. ബൊഫയായിരുന്നു, നമുക്കിഷ്ടമുള്ളത് വാങ്ങിച്ച് കഴിക്കാം. അപ്പോൾ ആട്ടിറച്ചി, ചോറും കറികളും, ചിക്കൻ വറുത്തതും ബീഫും മീൻകറി, അങ്ങനെ കറികൾ പല സൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗംഭീരനൊരു ഊണൊക്കെ കഴിച്ചു. അപ്പോഴേക്കും എല്ലാവരുടെയും ഊണെല്ലാം കഴിഞ്ഞു. എല്ലാവരും വധൂവരന്മാരുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടുള്ള ഒരുക്കങ്ങളായി കേട്ടോ. അപ്പോൾ വധൂവരന്മാരുടെ കൂടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുത്ത് ഞങ്ങളും വധൂവരന്മാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് അവർക്ക് ആശംസകളൊക്കെ നേർന്നതിന് ശേഷം അവിടുത്തെ പൂക്കളൊക്കെ കണ്ടോ, മനോഹരമായി അലങ്കരിച്ചിരിക്കുകയാണ്. ഹാള് നിറയെ കുറേ പൂക്കളുടെ വീഡിയോകളും എല്ലാം പിടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. അപ്പോഴേക്കും അവിടെ മഴ ചാറാൻ തുടങ്ങിയിരുന്നു. വണ്ടിയുടെ ഗ്ലാസ്സിലെല്ലാം മഴവെള്ളം വീണു മങ്ങലായി. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഹൈ റേഞ്ചിലേക്ക്, മലകളുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു കേട്ടോ. മലകളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം, നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.